إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم بتقوى الله. റമദാനിന്റെ അഹ്കാമുകളെ സംബന്ധിച്ച്, വിധിവിലക്കുകളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ സവിശദമായി പ്രതിപാദിക്കുന്നതിന്റെ ഇടയിൽ സുപ്രധാനമായ ഒരു ഉപദേശം നമുക്ക് നൽകുന്നത് കാണാം. അതിന്റെ മുൻപുള്ള ആയത്തുകൾ റമദാനിന്റെ അഹ്കാമുകളാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. നോമ്പ് നോക്കേണ്ടതിന്റെ പ്രാധാന്യവും ആരൊക്കെ എങ്ങനെയൊക്കെയാണ് അതിന്റെ വിധികൾ, ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ബാധകമാവുക എന്നുള്ള വിശദാംശവും അവിടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ പറയാൻ പോകുന്ന ആയത്തിന്റെ തൊട്ടു പിന്നാലെ ഉള്ളതും നോമ്പിന്റെ അഹ്കാമുകളാണ്. ഉഹില്ലത്ത് ലക്കും ലൈലത്തസ് സിയാമി റഫസു ഇലാ നിസാഇക്കും. റമദാനിന്റെ രാവുകളിൽ നിങ്ങളുടെ ഭാര്യമാരുമായുള്ള സംസർഗം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയിട്ടുള്ള ബാക്കിയുള്ള വിധിവിലക്കുകൾ അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. ഇവ രണ്ടിനുമിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. വഇദാ സഅലക ഇബാദി, എന്റെ അടിമ നബിയെ താങ്കളോട് എന്നെക്കുറിച്ച് അന്നി, എന്നെക്കുറിച്ച് ചോദിച്ചാൽ ഫഇന്നി ഖരീബുൻ, ഞാൻ അവരോട് വളരെ അടുത്തവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ, എന്നെ വിളിച്ചു ദുആയിരക്കുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും. ഫൽയസ്തജീബൂ ലി, അതിനാൽ അവർ എനിക്ക് ഉത്തരം നൽകട്ടെ. വൽയുഅ്മിനൂ ബി, എന്നിൽ ഈമാൻ ഉൾക്കൊള്ളട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവർ റുഷ്ദിൽ ആയിത്തീർന്നേക്കും. ഈ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നത് കാണാം. അന്ന അഅറാബിയൻ ഖാൽ, ഒരു അഅറാബി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖരീബുൻ റബ്ബുനാ ഫനുനാജി അം ബഈദുൻ ഫനുനാദി, നമ്മുടെ റബ്ബ് നമ്മളോട് അടുത്തവനാണോ, എങ്കിൽ അവനോട് നമുക്ക് മുനാജാത്ത് നടത്തിയാൽ മതി. എങ്കിൽ അവനോട് നമുക്ക് മുനാജാത്ത് നടത്താമല്ലോ. രണ്ടാളുകൾ തമ്മിൽ രഹസ്യ സംഭാഷണം നടത്തുന്നതാണ് മുനാജ.
അവർ രണ്ടുപേരും മാത്രം കേൾക്കുന്ന രൂപത്തിൽ. അം ബഈദുൻ ഫനുനാദി, അല്ല നമ്മുടെ റബ്ബ് ദൂരെയാണോ, എങ്കിൽ ഉറക്കെ വിളിക്കണമല്ലോ. നിദാ എന്ന് പറയുന്നത് ഉറക്കെ വിളിച്ചു പറയുന്നതാണ്. ബാങ്കിന് നിദാ എന്നാണ് പറയുക, ഉറക്കെ വിളിക്കുന്ന വിളി. നമ്മുടെ റബ്ബിനെ നമ്മൾ അങ്ങനെ ഉറക്കെ വിളിക്കണോ? ഫസക്കത്ത നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം പാലിച്ചു. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വഹയുണ്ടെങ്കിൽ അതുമാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുക. അല്ല എങ്കിൽ ലാ അദിരി എന്നോ എനിക്കറിയില്ല എന്നോ, അതുമല്ലെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്യും. ഫഅൻസലല്ലാഹ്, അപ്പോൾ അല്ലാഹു അവതരിപ്പിച്ചു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ അൽ ആയ. ഈ ആയത്ത് അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അവതരിപ്പിച്ചതാണ്. ഈ ആയത്ത് നമ്മുടെ ദുആകളെ സംബന്ധിച്ച് ഉണർത്തുന്നതാണ്. അള്ളാഹുവിനെ നമ്മൾ വിളിക്കേണ്ടതിനെ സംബന്ധിച്ച് ദുആയിരക്കേണ്ടതിനെ സംബന്ധിച്ച് ഉണർത്തുന്നതാണ്. ഇത് റമളാനിന്റെ അഹ്കാമുകൾക്ക് ഇടയിൽ അള്ളാഹു വെച്ചിട്ടുള്ളതിനെ സംബന്ധിച്ച് ഹാഫിദ് ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് ഉണർത്തുന്നത്, വഫി ദിക്രിഹി തആല ഹാദിഹിൽ ആയ അൽ ബാഇസ അല ദുആ, ദുആക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഈ ആയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുതഖല്ലിലത്തൻ ബൈന അഹ്കാമിസ് സിയാം, നോമ്പിന്റെ വിധിവിലക്കുകൾ പറയുന്നതിന്റെ ഇടയിൽ ചേർത്തു വച്ചിരിക്കുന്നത് ഇർഷാദുൻ ഇലൽ ഇജ്തിഹാദി ഫി ദുആ. നോമ്പുകാരന് ദുആകൾക്ക് എത്രത്തോളം അവൻ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ത്യാഗം ചെയ്യണം, എത്രത്തോളം അവൻ ദുആയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നതിലേക്കുള്ള ഒരു ഇർഷാദാണ്. റമളാനിന്റെ സമയത്തല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ ദുആകളുടെ കാര്യം ശ്രദ്ധിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുകാരന്റെ ദുആക്ക് പ്രത്യേകമായ ഒരു ഫദ്ല് എടുത്തു പറഞ്ഞു തന്നു. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 ദുആകൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഉത്തരം ലഭിക്കപ്പെടുന്ന ദുആകളാണ് 3 ദുആകൾ. ദഅവത്തുസ് സായിം, നോമ്പുകാരന്റെ ദുആ. ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ ദുആ. ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ ദുആ. നോമ്പുകാരന്റെ ദുആ എന്ന് പറഞ്ഞതിനെ ഈ ഹദീസിൽ വന്നിരിക്കുന്ന പദത്തെ വിശദീകരിക്കുന്നിടത്ത് മുനാവി റഹിമഹുല്ലാ ഫൈദുൽ ഖദീറിൽ പറഞ്ഞു, വമുറാദുഹു കാമിലസ് സൗം, നോമ്പിന്റെ മുഴുവൻ സമയവുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പുകാരനായിരിക്കുന്ന മുഴു സമയവും ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സമയമാണ്. അല്ലദീ സാന ജമീഅ ജവാരിഹിഹി അനിൽ മുഖാലഫാത്ത് ഫയുജാബു ദഅവ ലിതഹാറത്തി ജസദിഹി ബിമുഖാലഫത്തി ഹവാ. അവൻ തന്റെ ശരീരത്തെയും അതുപോലെ തന്നെ അതിലുപരി തന്റെ ഹൃദയത്തെയും ശുദ്ധീകരിച്ച് അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോറ്റ് ശുദ്ധീകരിച്ച് നിൽക്കുന്ന, അള്ളാഹുവിന് അവന്റെ കൽപ്പനകൾക്ക് എതിരാകുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആ സമയമാണ് അത്. അള്ളാഹുവിന് ത്വാഅത്തിലായിരിക്കുന്ന സമയം പോലെ ദുആകൾക്ക് ഉത്തരം ലഭിക്കാൻ അർഹതപ്പെട്ട മറ്റൊരു സമയം വേറെയില്ല. അതുകൊണ്ട് തന്നെ നോമ്പുകാരൻ ദുആയുടെ കാര്യം എത്രത്തോളം ശ്രദ്ധിക്കണമെന്നുള്ളത് ഈ ആയത്തും ഹദീസും നമ്മെ ഉണർത്തുന്നുണ്ട്. ആയത്തിന്റെ ഓരോ വാക്കിനെ സംബന്ധിച്ചും നമ്മളൊന്ന് ശരിക്കും മനനം ചെയ്യണം. വഇദാ സഅലക്, നബിയോട് വന്ന് ചോദിച്ച ചോദ്യത്തിനാണ് ഉത്തരം പറയുന്നത്. നബിയോട് ഒരുപാട് ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഏതാനും ചോദ്യങ്ങൾ സഹാബത്തിൽ പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ വന്ന് നബിയോട് ചോദിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉത്തരം അറിയാത്ത കാര്യങ്ങൾ, എന്നിട്ട് അല്ലാഹു വഹി അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ഉത്തരം ഖുർആനിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഈ ആയത്തിനുണ്ട് എന്ന് ഉലമാക്കൾ ഉണർത്തുന്നത് കാണാം. മറ്റെല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുമ്പോൾ യസ്അലൂനക അനിൽ യതാമ ഖുൽ
യസ്അലൂനക അനിൽ മഹീദ് ഖുൽ യസ്അലൂനക അനിൽ അഹില്ല ഖുൽ എന്നിങ്ങനെ നബിയോട് നീ പറയൂ, ചോദിക്കുമ്പോൾ ചോദ്യത്തിന് നീ പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജനങ്ങൾക്കുള്ള വാസിത്തത്തായി ഇടക്ക് നിർത്തിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ദുആയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഖുൽ എന്ന് പറയാനുള്ള ഇടം പോലും, 2 ഹർഫിന്റെ ഇടം പോലും ഇല്ലാതെ ഫഇന്നീ ഖരീബുൻ, ഞാൻ അവരോട് അത്രയും അടുത്തവനാണ് എന്ന് പറഞ്ഞേക്കൂ എന്നുള്ള വാക്ക് പോലും ആയത്തിൽ നിന്ന് വിട്ടത് അള്ളാഹു അത്രത്തോളം അവന്റെ അടിമയോട് അടുത്തവനാണ്. അള്ളാഹുവിനും അവന്റെ അടിമക്കുമിടയിൽ ഇനി ഒരു 2 ഹർഫിന് പോലും ഇടമില്ല, അത്രത്തോളം അടുത്തവനാണ് എന്നറിയിക്കുന്നതിനാണ്. അള്ളാഹുവിന്റെ സാമീപ്യം, അടിമയുമായുള്ള അവന്റെ അടുപ്പം എത്രമാത്രമാണ് എന്ന് അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ഫഇന്നീ ഖരീബുൻ, ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ്. എനിക്കും അവർക്കുമിടയിൽ ഇനി ഒരു ഇടയാളന്റെ ആവശ്യമില്ല, ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല, ഒരു ശുപാർശക്കാരന്റെ ആവശ്യമില്ല. അവർ എന്നെ വിളിച്ചു ദുആയിരക്കട്ടെ, ഫൽയസ്തജീബൂലി, എനിക്കവർ ഉത്തരം നൽകട്ടെ. ഫഇന്നീ ഖരീബ്, ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ്. ഫൽയസ്തജീബൂലി, എനിക്ക് ഉത്തരം നൽകട്ടെ. വലിയുഅ്മിനൂ ബി, എന്നിൽ അവർ ഈമാൻ ഉൾക്കൊള്ളട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തു തന്നെയാകട്ടെ വൃഥാവിലായി പോവുകയില്ല. അതിന് പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ആ മര്യാദ പാലിച്ചുകൊണ്ടാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യദ്ഉ അല്ലാഹ അസ്സ വജൽ ബിദഅവത്തിൻ ലൈസ ഫീഹാ ഇസ്മുൻ വലാ ഖതിഅത റഹിം. ഏതൊരു മുസ്ലിം അള്ളാഹുവിനോട് എന്ത് തന്നെ ചോദിക്കുന്നുവെങ്കിലും ദുആ ചെയ്യുന്നുവെങ്കിലും അത് ഒരു തെറ്റിനു വേണ്ടിയല്ല, ഒരു പാപത്തിനല്ല, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിക്കാനല്ല, നന്മക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി ആയിരിക്കണം മുസ്ലിമിന്റെ ദുആ. ഫസാദുണ്ടാക്കാൻ വേണ്ടി സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ കുഴപ്പമുണ്ടാക്കാനാകരുത്. അങ്ങനെ ചോദിക്കുന്നുവെങ്കിൽ ഇല്ലാ അഅതാഹുല്ലാഹു ബിഹാ ഇഹ്ദാ സലാസിൻ, 3 അവന് നൽകിക്കൊണ്ട് അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല. 3 ഇമ്മ അൻ യജ്അല ലഹു ഇമ്മ അൻ യുഅജ്ജില ലഹു ദഅവതഹ, ഒന്നുകിൽ അവൻ ചോദിച്ചിട്ടുള്ളത്, അവൻ ദുആ ചെയ്തിട്ടുള്ളത് അള്ളാഹു ദുനിയാവിൽ തന്നെ അവന് കൊടുക്കുക തന്നെ ചെയ്യും, പെട്ടെന്ന് കൊടുക്കും. വഇമ്മ അൻ യദ്ദഖിറഹാ ലഹു ഫിൽ ആഖിറ, അല്ലെങ്കിൽ അവൻ ഈ ചെയ്തിട്ടുള്ള ദുആ, അതിന്റെ ഉത്തരം പരലോകത്തേക്ക് വേണ്ടി അവനൊരു ദഖറായി, ഒരു നിധിയായി, ഒരു സൂക്ഷിപ്പായി അള്ളാഹു എടുത്തുവെക്കും. പരലോകത്ത് നമുക്ക് ഹസനത്തുകൾ എണ്ണുമ്പോൾ, ഹസനത്തുകൾ കണക്കാക്കുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ചിലത് നമുക്ക് കാണാൻ കഴിയും. ഏതാണ് ആ ഹസനത്തുകൾ? അള്ളാഹു നമുക്ക് നമ്മുടെ ദുആകൾ കൊണ്ട് എടുത്തുവെച്ചവയാണവ. എത്ര ദുആകൾ! ഞാൻ എത്ര കാലമായി ദുആ ചെയ്യുന്നു, കാണുന്നില്ലല്ലോ ഉത്തരമെന്ന് ഉള്ളിലെങ്കിലും തോന്നിപ്പോകാവുന്ന ചിലതുണ്ടാകും. അത് നാവുകൊണ്ട് പറയാൻ പാടില്ല. നാവുകൊണ്ടങ്ങനെ പറയുന്നത് ഉത്തരം ലഭിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ്. എങ്കിലൊരാൾ ദീർഘകാലമായി ചെയ്യുന്ന ദുആ, ഉത്തരം കാണാത്ത ദുആകൾ വൃഥാവിലായി പോകുമോ? ഇല്ല, വൃഥാവിലായി പോകുന്നില്ല. പരലോകത്തവനത് കാണാൻ സാധിക്കും. 3 വഇമ്മ അൻ യസ്രിഫ അൻഹു മിനസ്സൂഇ മിസ്ലഹാ, ചോദിച്ച കാര്യമൊന്നായിരിക്കും, തത്തുല്യമായ അതേ ഗണത്തിൽപ്പെട്ട മറ്റൊരു തിന്മ, അവന് ബാധിക്കാവുന്ന ഒരു ദോഷം അള്ളാഹു അതിലൂടെ അവന് നീക്കിക്കളഞ്ഞിട്ടുണ്ടാകും. ആ ദോഷം നീക്കിക്കളയാൻ അവൻ ദുആ ചെയ്തിട്ടില്ല. ചില ദോഷങ്ങൾ നീങ്ങിപ്പോകുമ്പോൾ ചില ആളുകൾക്ക് തോന്നും, ഓ ഇപ്പോഴെന്നെ ബാധിക്കേണ്ടതായിരുന്നു, എങ്ങനെയാണത് നീങ്ങിപ്പോയതെന്നറിയില്ല. അവിടെ ഒരു ദുആ ചെയ്യാൻ, ആ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ
ഒരു ദുആ ചെയ്യാനുള്ള സെക്കൻഡ് പോലും ലഭിച്ചിട്ടില്ല. പക്ഷെ എന്നിട്ട് പോലും അത് നീങ്ങിപ്പോയത് മുൻപൊരിക്കൽ ചെയ്തു വച്ചിരിക്കുന്ന മറ്റൊരു ദുആയുടെ ഫലമായിരിക്കും അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിത്തന്നത്. അതുകൊണ്ട് ദുആ ഇരക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. അള്ളാഹുവിന് ഫലിയസ്തജീബൂലി, നിങ്ങൾ അവൻ ഉത്തരം നൽകിക്കൊണ്ട്, ഫലിയസ്തജീബൂലി, അവർ എനിക്ക് ഉത്തരം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളതിന് ആ ചോദ്യങ്ങൾ രണ്ട് തരമാണ്: ദുആ മസ്അല വ ദുആ ഇബാദ. അല്ലാഹുവിനോട് ചെയ്യുന്ന ദുആ, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ദുആയാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളും ദുആ തന്നെയാണ്. എല്ലാ ഇബാദത്തുകളുടെയും ആത്മാവ് അല്ലാഹുവേ സ്വർഗം തരണേ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള ദുആ തന്നെയാണ്. ആ രണ്ട് നിലക്കുള്ള ദുആകൾ കൊണ്ടും അവരെനിക്ക് ഉത്തരം നൽകട്ടെ. വലിയുഅ്മിനൂ ബി, എന്നിൽ അവർ ഈമാൻ ഉൾക്കൊള്ളുകയും ചെയ്യട്ടെ. ഈ വാക്കുകളെ വിശദീകരിച്ചുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് പറഞ്ഞു, ഒന്നാമത്തേതിന്റെ അർത്ഥം ഫൽയസ്തജീബൂ ലി അയ്യുതീഉഹു ഫീമാ അമറഹും ബിഹി മിനൽ ഇബാദത്തി വൽ ഇസ്തിഖാമ. അവരെനിക്ക് ഉത്തരം നൽകട്ടെ, എനിക്ക് വഴിപ്പെട്ട് ജീവിച്ചുകൊണ്ട് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള ഇബാദത്തുകൾ നിറവേറ്റിക്കൊണ്ട് അവരോട് പ്രകാരമാണോ ജീവിക്കാൻ ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ ഇസ്തിഖാമത്തിൽ നിലക്കൊണ്ടുകൊണ്ട്. രണ്ടാമത്തേത് വലിയുഅ്മിനൂ ബി അൽ ഈമാനു ബി റുബൂബിയ്യത്തിഹി വ ഉലൂഹിയ്യത്തിഹി വ അന്നഹു റബ്ബുഹും വ ഇലാഹുഹും. അല്ലാഹുവിന്റെ റുബൂബിയ്യത്തിലും ഉലൂഹിയ്യത്തിലും അവർ ഈമാൻ ഉൾക്കൊള്ളട്ടെ. അവൻ മാത്രമാണ് അവരുടെ റബ്ബ്, അവൻ മാത്രമാണ് അവർക്ക് ആരാധിക്കാൻ തരപ്പെട്ടവനായ ഏകനായ ഇലാഹ്. അതുകൊണ്ടാണ് സലഫുകൾ പറയാറുള്ളത്, ഇജാബത്തു ദുആ തകൂനു അൻ സിഹ്ഹത്തിൽ ഇഅ്തിഖാദ് വ അൻ കമാലിത് ത്വാഅ. ദുആകൾക്ക് ഉത്തരം കിട്ടുക രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ദുആകൾക്ക് ഉത്തരം കിട്ടുന്നത് അൻ സിഹ്ഹത്തിൽ ഇഅ്തിഖാദ്, അഖീദ ആദ്യം നേരെയാവണം, അല്ലാഹുവിലുള്ള ഈമാൻ നേരെയാകണം. വ അൻ കമാലിത് ത്വാഅ, അല്ലാഹുവിനുള്ള ത്വാഅത്ത് അതിന്റെ പൂർണ്ണതയിലായിരിക്കണം, കുറവില്ലാതെ അല്ലാഹുവിന് ത്വാഅത്ത് ചെയ്യാനും കഴിയണം. ലിഅന്നഹു അഖബ ആയത്ത ദുആ ബിഖൗലിഹി ഫലിയസ്തജീബൂ ലി വലിയുഅ്മിനൂ ബി. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ദുആയുടെ ആയത്ത് അല്ലാഹു തുടർന്നുകൊണ്ട് പറഞ്ഞത് ഫലിയസ്തജീബൂ ലി വലിയുഅ്മിനൂ ബി. ഇസ്തിജാബത്തും ഈമാനും, അല്ലാഹുവിന് ത്വാഅത്ത് ചെയ്യുകയും അതുപോലെ തന്നെ അവനിലുള്ള ഈമാൻ നേരെയാക്കുകയും ചെയ്താലേ നമ്മുടെ ദുആകൾ അതിന്റെ ഫലം കാണുകയുള്ളൂ. ദുആ ചെയ്യാനുള്ള തൗഫീഖ് ലഭിക്കുക എന്നുള്ളത്, കഴിഞ്ഞുപോയ ദിനങ്ങൾ നമ്മളൊന്ന് എടുത്തു നോക്കണം. എത്ര നമുക്ക് ദുആ ചെയ്യാൻ കഴിഞ്ഞു? ദുആ ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഉണർത്താറുള്ളത് പോലെ രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം. ദുആകളിൽ നമ്മുടെ നാവിന്റെ കൂടെ നമ്മുടെ ഹൃദയം മുവാത്തഅത്ത് അത് യോജിച്ചു വരുന്നുണ്ടോ? നാവിൽ ദുആയുണ്ടാകും. പ്രത്യേകിച്ച് ദീർഘമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങളിൽ സുജൂദിൽ ദുആകൾക്കുള്ള സ്ഥലമാണ്, സമയമാണ്. ഒരടിമ തന്റെ റബ്ബിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സമയം സുജൂദിലാണ്, റബ്ബിനോട് ഏറ്റവും അടുത്തുള്ള സമയമാണ്. അഖ്റബു മാ യകൂനുൽ അബ്ദു ബിറബ്ബിഹി. അതുകൊണ്ട് തന്നെ ഫഅക്സിറു ഫീഹി ദുആ വ അമ്മ സുജൂദ് ഫഅക്സിറു ഫീഹി ദുആ. സുജൂദിൽ നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സുജൂദിൽ ദുആകൾ വർദ്ധിപ്പിക്കുന്നവരാണ്. അത് തന്നെയും രാത്രി നമസ്കാരങ്ങളിൽ അഥവാ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ, അവസാനത്തെ യാമങ്ങളിൽ, അവസാനത്തെ മൂന്നിലൊന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിന്റെ ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. തന്റെ അടിമകളോട് റബ്ബ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയമാണ്. ഇത് രണ്ടും ഒരുമിച്ച് ചേരുന്ന സമയം ദുആകൾക്ക് ഉത്തരം ലഭിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ രാത്രി എഴുന്നേറ്റ് നമസ്കരിച്ച് ദീർഘമായി ഖിയാമിൽ ദീർഘമായി പാരായണം ചെയ്ത്, റുക്കൂഇൽ ദീർഘമായി അല്ലാഹുവിന് സനാഅകൾ തഅളീം ചെയ്ത്,
ഇഅ്തിദാലിൽ ദീർഘമായി അല്ലാഹുവിനെ ഹംദും സനാഉം ചെയ്ത്, സുജൂദിൽ ദീർഘമായി അല്ലാഹുവിന് ഹംദും സനാഉം ചെയ്ത് അതിനുശേഷം ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അല്ലാഹു തന്റെ അടിമകളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം ഒരിക്കലും പാഴായി പോകാത്ത ഉത്തരം ലഭിക്കാൻ ഏറ്റവും അർഹതപ്പെട്ട സമയമാണത്. ഇത് നമുക്ക് വിവരമുള്ളതാണ്, പലരും ദുആ ചെയ്യുന്നതുമാണ്. പക്ഷേ എങ്ങനെ? ആലസ്യപ്പെട്ടുകൊണ്ട്, ബോധമില്ലാതെ, വെറുതെ നാവിലൂടെ കടന്നുപോയതുകൊണ്ട് ആ ദുആ അല്ലാഹു സ്വീകരിക്കില്ല. ഫഇന്നല്ലാഹ ലാ യഖ്ബലു ദുആ മിൻ ഖൽബിൻ ലാഹിൻ, അൻ ഖൽബിൻ ലാഹിൻ. ഒരു അശ്രദ്ധമായ ഹൃദയത്തിൽ നിന്നുള്ള ദുആ അല്ലാഹു സ്വീകരിക്കില്ല. അതുകൊണ്ട് നാവും ഹൃദയവും ഒരുപോലെ യോജിച്ചു വരണം. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആകൾ അത് തന്നെയാകുമ്പോൾ അതിനൊന്നുകൂടി മാറ്റുകൂടുകയാണ്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് പറയാനുണ്ടാകും. ഏതൊക്കെ ആവശ്യം പറഞ്ഞാലും അതേറ്റവും ഭംഗിയായി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പറയാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് പല കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചു തരുന്നിടത്ത് നമുക്കൊരുപാട് പറയണ്ട, കുറച്ച് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിനൽ ഖൈരി കുല്ലി ആജിലിഹി വആജിലിഹി മാ അലിംതു മിൻഹു വമാ ലം അഅലം. അല്ലാഹുവേ, നിന്നോട് ഞാൻ എല്ലാ നന്മകളും ചോദിക്കുന്നു, ദുനിയാവിൽ കിട്ടാവുന്നതും പരലോകത്ത് കിട്ടാവുന്നതുമായ മുഴുവൻ നന്മകളും, എനിക്കറിയാവുന്നതും എനിക്കറിയാത്തതുമായ. അതുപോലെ ശർറുകളിൽ നിന്ന് രക്ഷ ചോദിക്കുന്നു, എല്ലാത്തരം ശർറുകളിൽ നിന്നും, ദുനിയാവിലും പരലോകത്തും ബാധിക്കാനുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും, അതിൽ നിന്ന് എനിക്കറിയുന്നതും അറിയാത്തതുമായത് എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടർന്നുകൊണ്ട് പറയാൻ പറഞ്ഞത് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ മാ സഅലക അബ്ദുക വനബിയുക മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, നിന്നോട് ഞാൻ ചോദിക്കുന്നത് നിന്റെ അടിമയായ, നിന്റെ നബിയായ മുഹമ്മദ് നബി നിന്നോട് ചോദിച്ചതിൽ ഏറ്റവും നല്ലതേതോ ആ ഖൈറുകളെല്ലാം ഞാൻ നിന്നോട് ചോദിക്കുന്നു. നമ്മൾ ചോദിക്കാൻ പോലും നബി ചോദിച്ചതുപോലെ ചോദിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അവിടേക്ക് എത്താൻ കഴിയില്ല. നമ്മളോടെങ്ങാനും ഉത്തരം തരാം ചോദിച്ചോ എന്ന് പറഞ്ഞാൽ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുമ്പോൾ, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതായിരുന്നില്ല ഞാൻ ചോദിക്കേണ്ടതെന്ന് നമുക്ക് തന്നെ തോന്നും. അതുകൊണ്ട് തന്നെയാണ് ശൈഖുൽ ഇസ്ലാം ഉണർത്താറുള്ളത്, ഏറ്റവും നല്ല മക്കാമിൽ ഏറ്റവും നല്ല ചോദ്യം ചോദിക്കാൻ പറഞ്ഞപ്പോ നമ്മളോടതിന് സ്വാതന്ത്ര്യം തന്നില്ല. അള്ളാഹ് തന്നെ പറഞ്ഞു ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അത് ആ ചോദ്യം തന്നെ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. നമ്മൾ ചോദിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുകയാണെങ്കിൽ എവിടേക്കും എത്താൻ കഴിയില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ദുആകൾ, അതിന്റെ പദങ്ങൾ ഈ റമദാനിലല്ലെങ്കിൽ പിന്നെ എന്ന് പഠിക്കാനാണ്. അതുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യാൻ ഇതല്ലെങ്കിൽ പിന്നെ ഏതാണ് അവസരം? ഹൃദയ സാന്നിധ്യത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആ രൂപത്തിൽ, ആ പദങ്ങളിൽ, ആ എണ്ണങ്ങളിൽ ഒക്കെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അല്ലാഹുവോട് ദുആ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا أما بعد فاتقوا الله عباد الله. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാഹ് ദുആയെ സംബന്ധിച്ച് ഉണർത്തുന്നിടത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി, ഫഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അൽഹമഹു ദുആ. ഒരടിമക്ക് അല്ലാഹ് ഖൈർ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അതിന് അല്ലാഹ് വെച്ചിരിക്കുന്ന ഒരു സബബാണ് ദുആ ചെയ്യാൻ അവന് തോന്നിച്ചു കൊടുക്കുക എന്നുള്ളത്. നമുക്കൊരു ഖൈർ അല്ലാഹ് ഉദ്ദേശിച്ചാൽ ദുആ ചെയ്യാൻ അല്ലാഹ് നമുക്ക് ഇൽഹാം നൽകുമെന്നുള്ളത്. ദുആയുടെ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന ഒരു
ഒരു ഫറാഗുണ്ട്, ഒരു ശൂന്യത. നമുക്ക് ദുആ ചെയ്യാൻ കഴിയുന്നില്ല. 11 റക്അത്ത് ദീർഘമായി നിസ്കരിച്ച് ദീർഘമായി സുജൂദിൽ കിടക്കുമ്പോ എന്തു ദുആ ചെയ്യണമെന്ന് പലപ്പോഴും നമുക്ക് കഴിയാത്തൊരവസ്ഥ വരും, അറിയാത്തൊരവസ്ഥ, ഒരു ശൂന്യത. എന്തു പറയണം, എന്ത് ചോദിക്കണം, ചോദിക്കാൻ അള്ളാന്റെ മുന്നിൽ ചോദിക്കാൻ അവസരം കിട്ടിയിട്ട് എന്ത് ചോദിക്കണമെന്ന് കഴിയാത്ത ഒരു കഴിവ് കെട്ട അവസ്ഥ വരാനുണ്ട്. അത്ര വലിയ കഴിവ് കെട്ടവൻ വേറല്ല. അൽ ആജിസ്, ഏറ്റവും വലിയ കഴിവ് കെട്ടവൻ എന്ന് പറഞ്ഞാൽ മൻ അജസ അനി ദുആ, ദുആ ചെയ്യുന്ന കാര്യത്തിൽ കഴിവ് കെട്ടവനാണ്. ദുആ ചെയ്യാൻ കഴിവ് കെട്ടവനെ പോലെ അത്ര കഴിവ് കെട്ടവൻ വേറെ ഇല്ല. അള്ളാഹുവിന്റെ തൗഫീഖാണ് ദുആ ചെയ്യാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ, അവനോട് മാത്രം ചോദിക്കാൻ നമുക്ക് അവസരം നൽകുന്നു എന്നുള്ളത്. അള്ളൊരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നതിന്റെ ലക്ഷണമാണത്. അൽഹമഹു ദുആഅഹു വൽ ഇസ്തിആന ബിഹി, അള്ളാഹുവിനോട് ചോദിക്കാൻ, അവനോട് സഹായം ചോദിക്കാൻ അള്ളാഹുവിന് തോന്നിച്ചു കൊടുക്കും. വജഅല ഇസ്തിആനതഹു വദുആഅഹു സബബൽ ഖൈറിൽ ലദി ഖദാഹു ലഹു, അള്ളാഹുവിന് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന, തീരുമാനിച്ചിരിക്കുന്ന നന്മകൾക്കുള്ള സബബായി അള്ളാഹു അതിനെ, ആ ദുആകളെയും ഇസ്തിആനത്തിനെയും ആക്കി തീർക്കും. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാറുള്ളത്, പല ആളുകൾക്കുമുള്ള ഒരു ബേജാറുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹിനോട് ചോദിക്കുമ്പോ ആരോടാണ് ചോദിക്കുന്നത് എന്നുള്ളത് അറിയാതെയാണ് ചോദിക്കുക. അള്ളാന്റെ അളമത്ത് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടല്ല. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രി, അള്ളാനെ വേണ്ട പോലെ അവന്റെ അളമത്ത് മനസ്സിലാക്കി അവന് കൊടുക്കേണ്ട വലുപ്പം കൊടുത്തിട്ടല്ല നമ്മളിൽ പലരും അള്ളാഹിനോട് ചോദിക്കുന്നത്. ഒരു പടപ്പിനോട് ചോദിക്കുമ്പോൾ ഉള്ള, അവന്റെ അടുത്ത് ചോദിച്ചാൽ കിട്ടുന്നുള്ളൊരു ഉറപ്പുണ്ടാവും. ദുനിയാവിലെ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പോലെ ഇത്തരം മാദ്ദിയായ വെറും അനുഭവവേദ്യമായ വിഷയങ്ങളിൽ മാത്രമേ നമ്മുടെ ഹൃദയങ്ങൾ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. അതിനപ്പുറമാണ് കാര്യം, എത്രയോ വലുതാണ്. അള്ളാഹിനോട് ചോദിക്കുമ്പോ എന്തിനെക്കുറിച്ചാണ് നമുക്ക് ബേജാറ്? എത്ര ചോദിച്ചാലും എനിക്കത് കിട്ടോ, ഉത്തരം കിട്ടോ, ഇതല്ലേ നമ്മളെ ബേജാറ്. അള്ളാഹിനോട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട്, ഒക്കെ ശരിയാകുമായിരിക്കും, ഒരു സംശയമാണ്. അതൊക്കെ നമ്മൾ അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നേരെയാകുമായിരിക്കും. പലപ്പോഴും ദുആ ചെയ്യുമ്പോ ഒരു അള്ളാഹുവേ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുമാറാകണേ, ഒരാകണയൊക്കെ ഉണ്ടാവും. ഒരു സംശയത്തിന്റെ മാതിരിയാണ്. അല്ല, അള്ളാഹിനോട് ദുആ ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഉറപ്പിച്ച് തറപ്പിച്ച് കിട്ടുന്നുള്ള ഉറപ്പ് തന്നെ ചോദിക്കണം. അത് മാത്രമല്ല, അലിഹു ഫി ദുആ, ദുആകൾ നിങ്ങൾ ഇൽഹാഹ് ചെയ്തുകൊണ്ടാണ് ചോദിക്കേണ്ടത്. ആ ഇൽഹാഹ് എന്നുള്ള വാക്കറിയണമെങ്കിൽ ഒരു കൊച്ചുകുട്ടി വാപ്പാനോട് ചോദിക്കുന്ന ചോദ്യം ഓർത്താൽ മതി. ഭാഷയിൽ അതാണ് അതിന്റെ അർത്ഥം. ബാപ്പാരോട് മക്കൾ ചോദിക്കുന്നത് എന്തിനാ? കിട്ടുന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് അപ്പുറത്തും ഇപ്പുറത്തും വന്ന് വീണ്ടും ചുറ്റി പിന്നാലെ കൂടിയിട്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദ്യത്തിനാണ്. അങ്ങനെയാണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്. വലില്ലാഹിൽ മസലുൽ അഅല, അതിനപ്പുറമാണ് അള്ളാഹിനോടുള്ള ഇൽഹാഹ് വേണ്ടത്. കിട്ടുന്നുള്ള ഉറപ്പ് അവിടെ നിന്ന് കിട്ടുള്ളൂ, വേറെ എവിടെ നിന്നും കിട്ടാനില്ല. ഒരു ശൈഖിന്റെ അടുത്തുനിന്നും, ഒരു തങ്ങളുടെ അടുത്തുനിന്നും, ഒരു ബീവിന്റെ അടുത്തുനിന്നും കിട്ടാനില്ല. അള്ളാന്റെ അടുത്തുനിന്ന് മാത്രമേ കിട്ടാനുള്ളൂ. അത് ചോദിക്കേണ്ടത് ഉറപ്പിച്ച് തറപ്പിച്ചുകൊണ്ടാണ്. ചോദിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോ, കിട്ടുന്നുള്ളത്. ചോദ്യത്തിൽ എന്തേ നമ്മൾ സൂക്ഷിക്കേണ്ടതുള്ളൂ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, ഒരിക്കലും ഉത്തരം കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനും ഞാൻ വഹിച്ചു നടക്കാറില്ല. ഉത്തരം കിട്ടുമോ എന്നുള്ള ടെൻഷൻ ഇതാണല്ലോ നമ്മൾ വഹിച്ചു നടക്കുന്നത്. ചോദിച്ചിട്ട് നമ്മൾ തിരിഞ്ഞു പോരുമ്പോ തന്നെ, പള്ളിയിൽ നിന്ന് നമ്മൾ ദീർഘമായി നിസ്കരിച്ച് ദീർഘമായി ദുആകളൊക്കെ ചെയ്തിട്ട് ഇറങ്ങുമ്പോ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, കാര്യം നേരെയാകോ എന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മൾ പോരാ. അല്ല, ആ ഒരു ടെൻഷന് എന്നെ ബാധിക്കുന്നേ ഇല്ല എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. വഇന്നമാ അഹ്മിലു ഹമ്മദ് ദുആ, ദുആ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. ഒരു വിഷയം എനിക്കുണ്ടായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ടോ,
വേറെ പലരോടും എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നിട്ടുണ്ടാവും. അള്ളാനോട് ഞാൻ അത് സമർപ്പിച്ചിട്ടുണ്ടോ, അള്ളാനോട് ഞാൻ ദുആ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ എനിക്ക് ടെൻഷനുള്ളൂ. ഫൈദാ ഉൽഹിംതു ദുആ ഫഇന്നൽ ഇജാബത മഅഹു. ദുആക്ക് എനിക്ക് അല്ലാഹു തോന്നിച്ചു തന്നാൽ, ദുആ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു എനിക്ക് തന്നാൽ ഉത്തരം അതിന്റെ കൂടെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്നെ വിളിച്ചു ദുആഇരന്നാൽ ആ ദുആക്ക്, ദുആ ചെയ്യുന്നവന്റെ ദുആക്ക് ഞാൻ ഉത്തരം നൽകും എന്നത് അതിന്റെ കൂടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല. ഞാൻ ദുആ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൽ മാത്രമേ ടെൻഷനുള്ളൂ. റമദാനിലെ ഈ സമയത്ത്, അതിന്റെ പകലുകളിൽ നോമ്പുകാരനായിരിക്കെ നമുക്ക് ദുആ ചെയ്യാനുള്ള സമയമാണ്. നോമ്പുകാരന്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടുമെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നതാണ്. അതിന്റെ രാത്രികൾ ദീർഘമായി നിസ്കരിച്ച് സുജൂദുകളിൽ ദീർഘമായി നമുക്ക് ദുആ ചെയ്യാനുള്ള സമയമാണ്. ആ സമയങ്ങളെല്ലാം ദുആ കൊണ്ട് ആദ്യം സ്വന്തം നഫ്സിന് വേണ്ടി അവനവന്റെ കാര്യം ആദ്യം, അത് കഴിഞ്ഞാൽ ഏറ്റവും അടുത്തവർക്ക് വേണ്ടി, സ്വന്തം വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി. നബിമാരുടെ ദുആകൾ ആ ക്രമത്തിൽ നമുക്ക് കാണാം. റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ അല്ലാഹു പഠിപ്പിച്ചു തന്നു. എനിക്ക്, എന്റെ മാതാപിതാക്കൾക്ക്, എന്റെ വീട്ടിൽ ഈമാനോടുകൂടി പ്രവേശിച്ചിട്ടുള്ള മുഅ്മിനീങ്ങൾക്ക്, എന്നോട് അടുത്ത ബന്ധമുള്ള മുഅ്മിനീങ്ങൾക്ക്, സകല മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും എല്ലാവർക്കും വേണ്ടി റബ്ബേ നീ പുറത്തു കൊടുക്കണേ. ആദ്യം എനിക്ക് പുറത്തു തരണേ. സ്വന്തം കാര്യം, അത് കഴിഞ്ഞാൽ മറ്റുള്ളവരുടേത്. ശൈഖുൽ ഇസ്ലാം ഉണർത്തുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മുടെ ബന്ധുജനങ്ങൾ, അക്കാരിബുകൾ, അവരോട് കുടുംബ ബന്ധങ്ങൾ ചാർത്തുന്നതിൽ ഒരുപാട് വീഴ്ചകളും കുറവുകളൊക്കെ വരാറുണ്ട്. വേണ്ട പോലെ പരിചരിക്കാൻ, സഹായിക്കാൻ ഒക്കെ നമുക്ക് കഴിയാതിരിക്കുന്ന അവസ്ഥ ഉണ്ട്. അതൊക്കെ പരിഹരിക്കാൻ അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്തോ, അവർക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോ, അതുപോലൊരു ഖൈറ് നിങ്ങൾക്ക് അവർക്ക് വേണ്ടി കൊടുക്കാൻ വേറല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാര്യമാണ്. അബൂദർദാ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ, ഒരു മുസ്ലിം മാമിൻ മുസ്ലിമിൻ യദ്ഉ ലി അഖീഹി ബിളഹ്രിൽ ഗൈബ്, ഒരു മുസ്ലിമായ മനുഷ്യൻ തന്റെ സഹോദരന് വേണ്ടി അവനില്ലാത്ത നേരത്ത് ഗൈബിൽ അവന് വേണ്ടി ദുആ ചെയ്യുന്നുവെങ്കിൽ, അവന്റെ കാര്യത്തിൽ ഏൽപ്പിക്കപ്പെട്ട മുവക്കലായ ഒരു മലക്കുണ്ട്. ആ മലക്ക് അവനു വേണ്ടി ആമീൻ പറയും. ആമീൻ വലക ബിമിസ്ൽ, നിനക്കും അതുപോലെ തന്നെ ഉണ്ടാകട്ടെ, നിനക്കും അതുപോലെ തന്നെ ലഭിക്കട്ടെ എന്ന് ദുആ ചെയ്യും. സലഫുകളെ നമുക്ക് കാണാം. അബൂദർദാ റളിയല്ലാഹു തആല അൻഹു 70ഓളം സഹാബിമാർക്ക് വേണ്ടി പേരെടുത്തുകൊണ്ട് അവരുടെ പേരും അവരുടെ വാപ്പമാരുടെ പേരെടുത്തും ഞാൻ ദുആ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞത് സിയറിൽ റഹബി റഹ്മഹുല്ല ഉണർത്തുന്നത് കാണാം. ഇമാം ഷാഫിഈ റഹ്മഹുല്ലയെ കുറിച്ച് അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പറയുന്നത് കാണാം. അദ്ദേഹത്തിന്റെ മകനെ വിളിച്ചിട്ട്, നിന്റെ വാപ്പണ്ടല്ലോ മോനെ, ഞാൻ പേരെടുത്ത് അല്ലാഹുവോട് ദുആ ചെയ്യുന്ന 6 ആളുകളിൽ ഒരാളാണ്. ഇങ്ങനെ തന്റെ സഹോദരങ്ങളെ ദുആയുടെ സന്ദർഭത്തിൽ ഓർക്കുകയും അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്താൽ ആ ദുആകൾക്ക് മലക്കുകൾ ആമീൻ പറയും. മലക്ക്, അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് ആമീൻ പറയും, നിനക്കും അതുപോലെ ലഭിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യും. മലക്കിന്റെ ദുആ കൂടി നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് വേണ്ടവർക്ക് വേണ്ടി, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യാനുള്ള സമയമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈമാൻ നേരെയാകാൻ, ഈമാനോടുകൂടി ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകാനും, തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, ഈമാൻ നേരെയായി ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞു പോകാനാണ് അള്ളാഹിനോട് ദുആ ചെയ്യേണ്ടത്. അത് സംരക്ഷിക്കപ്പെട്ട് അതിലൂടെ അങ്ങ് പോകാൻ വേണ്ടി ദുആകളുടെ സന്ദർഭമാണിത്. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. ഇതാണ് റുഷ്ദിന്റെ വഴി. ഏറ്റവും ശരിയായ ഇൽമിന്റെ വഴി, ഏറ്റവും ശരിയായ അമലിന്റെ വഴി അതാണ് ഈ മേൽപ്പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അള്ളാഹുവിനെ മാത്രം വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുക, അള്ളാഹുവിൽ കാര്യങ്ങൾ സമർപ്പിക്കുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ബാറക്കല്ലാഹു ലനാ വലക്കും ഫിൽ ഖുർആനിൽ കരീം വനഫഅനാ വഇയ്യാകും ബിമാ ഫീഹി മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.